നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. സൗദിയിലെ റിയാദിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ച നിരവധി ജനറൽ സർവീസ് ഓഫീസുകൾ അടച്ചുപൂട്ടി. നിയമലംഘകർക്ക് 5 വർഷം വരെ തടവും 50 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. ബിനാമി ഇടപാട്, വാറ്റ് ഇൻവോയിസ് ഇഷ്യൂ ചെയ്യാതിരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ബിനാമി ഇടപാട് ഉൾപ്പെടെയുള്ള തസത്തുർ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ നിരവധി ജനറൽ സർവീസ് അഥവാ ഖിദ്മാത്ത് ഓഫീസുകളാണ് റിയാദിൽ അടച്ചുപൂട്ടിയത്. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി പിടിയിലായവരെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. 5 വർഷം വരെ തടവും 50 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. കൂടാതെ നിയമവിരുദ്ധമായി ശേഖരിച്ച പണം കണ്ടുകെട്ടും. താമസ തൊഴിൽ നിയമലംഘനങ്ങളും അതിർത്തി സുരക്ഷാ ലംഘനങ്ങളും ഈ സ്ഥാപനങ്ങളിൽ കണ്ടെത്തി. നിയമവിരുദ്ധമായി പലർക്കും ജോലി നൽകുക, സംശയാസ്പദമായ വാണിജ്യ ഇടപാടുകളിൽ ഏർപ്പെടുക, വാണിജ്യ ലൈസൻസുകൾ കാലഹരണപ്പെടുക, തൊഴിൽ കരാറോ ഇൻഷുറൻസോ ഇല്ലാതെ സൗദി വനിതകളെ ജോലിക്ക് വെക്കുക തുടങ്ങിയവയാണ് രജിസ്റ്റർ ചെയ്ത നിയമലംഘനങ്ങൾ. വാറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാതിരിക്കുക, ഇലക്ട്രോണിക് പേയ്മെന്റ് സൗകര്യം ഇല്ലാതിരിക്കുക, ലൈസൻസിലില്ലാത്ത ബിസിനസ് ചെയ്യുക, ലൈസൻസിലെ വിവരങ്ങൾക്ക് വിരുദ്ധമായ ബോർഡുകൾ വെക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളും പരിശോധനയിൽ കണ്ടെത്തി. 24 ജിദ്ദ. കുവൈറ്റിൽ വിസ നിയമം ലംഘിച്ച 25 പേരെ ജഹ്റ സുരക്ഷാ ഡയറക്ടറേറ്റിന്റെ പെട്രോളിംഗ് സംഘം അറസ്റ്റ് ചെയ്തു. അൽ മുത്ലയിലും തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും നിരവധി സുരക്ഷാ ചെക്ക് പോയിന്റുകൾ സ്ഥാപിക്കുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. നിയമലംഘകരുടെ വിരലടയാളം രേഖപ്പെടുത്തുകയും റിപ്പോർട്ട് ഫയൽ ചെയ്യുകയും ചെയ്തു. ഇവരെ നാട് കടത്താനും കുവൈറ്റിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ സാധിക്കാത്ത രീതിയിൽ സ്ഥിരമായി വിലക്കാനുമുള്ള നടപടികൾ പൂർത്തിയാക്കിയതായും അധികൃതർ അറിയിച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാത്ത കമ്പനികൾക്കെതിരെ നടപടി ശക്തമാക്കി UAE. നിയമലംഘകർ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിടണം. പെർമിറ്റ് ഇല്ലാതെ തൊഴിലാളികളെ നിയമിക്കുക, തൊഴിൽ നൽകാമെന്ന് വാഗ്ദാനം നൽകിയതിനു ശേഷം ജോലി നൽകാതിരിക്കുക, പ്രായപൂർത്തിയാകാത്തവരെ ജോലിക്കെടുക്കുക ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് നിയമ നടപടി നേരിടേണ്ടി വരിക. ഇത്തരക്കാർക്ക് 1 ലക്ഷം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴ ശിക്ഷ ഉൾപ്പെടെയാണ് ലഭിക്കുക. സെപ്റ്റംബർ 1 മുതൽ താമസ നിയമലംഘകർക്ക് ഗ്രേസ് പീരീഡ് അനുവദിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് തൊഴിലാളികൾക്ക് അനുകൂലമായ സർക്കാർ നടപടി വന്നിരിക്കുന്നത്. അതോടൊപ്പം സ്വദേശവൽക്കരണത്തിന്റെ ഭാഗമായി ജീവനക്കാരെ നിയമിച്ചുവെന്ന് വ്യാജരേഖയുണ്ടാക്കുന്ന കമ്പനികൾക്കെതിരെയും ക്രിമിനൽ കുറ്റം ചുമത്തി നടപടിയെടുക്കാനും തീരുമാനമായിട്ടുണ്ട്. പിഴത്തുകയുടെ പകുതിയും സ്വദേശികളെ നിയമിച്ചതായി വ്യാജരേഖയുണ്ടാക്കിയതിന്റെ പേരിൽ ലഭിച്ച സർക്കാർ ആനുകൂല്യങ്ങൾ തിരിച്ചടക്കുകയും ചെയ്താൽ കേസ് ഒത്തുതീർപ്പാക്കാൻ മന്ത്രാലയത്തിന് അധികാരമുണ്ടായിരിക്കും. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഭേദഗതികളെന്ന് അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. സൗദിയിൽ $3 ട്രില്യൺ കൂടുതൽ നിക്ഷേപ അവസരം. വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മന്ത്രാലയത്തിന്റെ വെളിപ്പെടുത്തൽ. $3.3 ട്രില്യൺ നിക്ഷേപാവസരങ്ങൾ സൗദിയിലുണ്ടെന്ന് നിക്ഷേപ മന്ത്രാലയം അറിയിച്ചു. പുതിയ നിക്ഷേപ നിയമം അടുത്ത വർഷമാദ്യത്തിൽ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് മന്ത്രാലയത്തിന്റെ വെളിപ്പെടുത്തൽ. കൃഷി, ഭക്ഷ്യവിഭവം, ഊർജ്ജം, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, ബയോടെക്നോളജി, പെട്രോകെമിക്കൽസ്, മാനുഫാക്ചറിംഗ്, ഫിനാൻഷ്യൽ സർവീസസ്, ഗതാഗതം, ലോജിസ്റ്റിക്സ്, ഖനനം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപാവസരമുണ്ടാകും. പ്രതിരോധം, ബഹിരാകാശം, IT, പരിസ്ഥിതി സംരക്ഷണം, റിയൽ എസ്റ്റേറ്റ്, ടൂറിസം, വിനോദം എന്നീ മേഖലകളിലും അവസരമുണ്ടാകും. ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ രാജ്യമായി സൗദിയെ മാറ്റുകയാണ് ലക്ഷ്യം. വിദേശ നിക്ഷേപകർക്കും ആഭ്യന്തര നിക്ഷേപകർക്കും തുല്യ അവകാശം ഉറപ്പുവരുത്തുക, സൗദിക്കകത്തും പുറത്തുമുള്ള പണമിടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുക തുടങ്ങിയവ പുതിയ നിക്ഷേപ നിയമത്തിൽ പറയുന്നുണ്ട്. 2017നും 2023നും ഇടയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 158% വർദ്ധിച്ചതായാണ് കണക്ക്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഖത്തറിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന സംരംഭങ്ങളുടെ പട്ടികയിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയം കൂടുതൽ വിഭാഗത്തെ ഉൾപ്പെടുത്തി. വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ചെറുകിട വ്യവസായ സംരംഭക പട്ടികയാണ് വിപുലീകരിച്ചത്. വീടുകളിലിരുന്ന് ചെയ്യാവുന്ന ഹോം പ്രൊജക്ട് ലൈസൻസിന് കീഴിലാണ് പുതുതായി 48 ചെറുകിട വ്യാപാരങ്ങൾ കൂടി വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ഇതോടെ ഈ ലൈസൻസിന് കീഴിൽ തെരഞ്ഞെടുക്കാവുന്ന പ്രവർത്തനങ്ങളുടെ എണ്ണം 63ആയി ഉയർന്നു. നേരത്തെ 15 വ്യാപാര ചെറുകിട പ്രവർത്തനങ്ങൾക്കാണ് അധികൃതർ അനുമതി നൽകിയിരുന്നത്. വിവിധ ഇനം നട്സുകൾ, തയ്യൽ ബാഗുകൾ ഉൾപ്പെടെ തുകൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും റിപ്പയറും, കോപ്പി മെഷീനുകളുടെ അറ്റകുറ്റപ്പണികൾ, കമ്പ്യൂട്ടർ റിപ്പയറിംഗ്, സോഫ്റ്റ്വെയർ ഡിസൈനിംഗ്, പ്രോഗ്രാമിംഗ്, വസ്ത്രവ്യാപാരം, പാദരക്ഷാ വിൽപ്പന, യാത്രാ സാധന സാമഗ്രികൾ വാടകയ്ക്ക് നൽകൽ, വിവർത്തനവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, സുഗന്ധദ്രവ്യ വിൽപ്പന, ആഭരണ ഡിസൈനിംഗ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യാപാരം, ഇന്റീരിയർ ഡിസൈനിംഗ്
തുടങ്ങിയവ പുതുതായി ഉൾപ്പെടുത്തിയ വിഭാഗങ്ങളിൽ ഉൾപ്പെടും. കഴിഞ്ഞ വർഷം ജൂണിലാണ് വീടുകളിലിരുന്നും ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ സൗകര്യമൊരുക്കുന്ന ഹോം ബിസിനസ് ലൈസൻസിന് വാണിജ്യ മന്ത്രാലയം തുടക്കം കുറിച്ചത്. സേവന അപേക്ഷാ ഫോം, പ്രോപ്പർട്ടി ഉടമയുടെയും ലൈസൻസ് ഉടമയുടെയും ID കാർഡ്, മൈ അഡ്രസ് എന്നിവയാണ് വീട്ടു സംരംഭത്തിന് വേണ്ട പ്രധാന രേഖകൾ. ഏകജാലകം പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അപേക്ഷാ ഫോം പൂരിപ്പിക്കേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. www.moci.gov.qa എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ഈ സർവീസസ് ടാബിലൂടെയാണ് ഏകജാലക പോർട്ടലിൽ എത്തേണ്ടത്. ഭാവിയിൽ വാണിജ്യ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നതിനുള്ള ശേഷിയിലേക്ക് സംരംഭകരെ ഇത് നയിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. അൻവർ പാലേരി, 24 ദോഹ. UAE പാസ്പോർട്ടിന്റെ പ്രാധാന്യവും പദവിയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികൾക്കായി വർക്ക്ഷോപ്പ് നടത്തി. എന്റെ ശക്തമായ പാസ്പോർട്ട് എന്ന പേരിൽ ദുബായ് താമസ കുടിയേറ്റ വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദുബായ് എമിഗ്രേഷന്റെ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് സെക്ടറിന്റെ നേതൃത്വത്തിൽ ദുബായ് സാമ്പത്തിക ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെയായിരുന്നു വ്യത്യസ്തമായ പരിപാടി നടന്നത്. ദുബായ് വേൾഡ് സെന്ററിൽ നടന്ന പരിപാടിയിൽ സ്വദേശികളും വിദേശികളുമായ നിരവധി കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. UAE പാസ്പോർട്ടിന്റെ പ്രാധാന്യം, അതിന്റെ സംരക്ഷണം, പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു ശില്പശാലയുടെ ലക്ഷ്യം. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ കുട്ടികളുടെ പാസ്പോർട്ട് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും കുട്ടികൾക്ക് ശില്പശാലയിൽ പരിചയപ്പെടുത്തി. പാസ്പോർട്ടിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി. കൂടാതെ വിവിധ മത്സരങ്ങൾ, കുട്ടികൾക്കുള്ള ചിത്രരചനാ മത്സരങ്ങൾ, വകുപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങളായ സാലം, സലാമ എന്നീ കഥാപാത്രങ്ങളുമായുള്ള ഫോട്ടോ സെഷനുകൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. 24 ദുബായ്. കുവൈറ്റിൽ മലയാളി നഴ്സ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. എറണാകുളം സ്വദേശിനി കൃഷ്ണപ്രിയയാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. ഫർവാനിയ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സാണ്. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ നൈജീരിയയുടെ 2024-26 വർഷത്തെ ഭരണസമിതി നിലവിൽ വന്നു. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റായി ശിവകുമാർ വേലപ്പനെയും സെക്രട്ടറിയായി ശ്രീനിവാസ് പിള്ളയെയും ട്രഷററായി ധീരേന്ദ്ര ചൌഹാനെയും തെരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ചന്ദ്രമൌലീകരൺ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി കേരള ബാങ്കിന്റെ തീരുമാനം. മരിച്ചവരുടെ ഈടുവെച്ച വസ്തുക്കൾ, നഷ്ടമായവരുടെയും വായ്പകൾ കേരള ബാങ്ക് എഴുതിത്തള്ളും. വീട് നഷ്ടമായവരുടെ താൽക്കാലിക പുനരധിവാസം ഉടൻ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ദുരന്തത്തിൽ രേഖകൾ നഷ്ടമായവർക്കുള്ള വീണ്ടെടുക്കൽ ക്യാമ്പ് തുടങ്ങി. ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളാനാണ് കേരള ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചത്. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെയും ഈട് നൽകിയ വീടുൾപ്പെടെ നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും. ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി 253 വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 100ഓളം കെട്ടിട ഉടമകൾ സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും താൽക്കാലിക പുനരധിവാസം. ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസം ഉടൻ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ. വീടുകളുടെ വാടക സർക്കാർ നൽകുമെന്നും മന്ത്രി. ഏറ്റവും പെട്ടെന്ന് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. ആഗസ്റ്റ് മാസത്തിൽ തന്നെ സമ്പൂർണ്ണമായി താൽക്കാലിക പുനരധിവാസം പൂർത്തീകരിക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ നടപടികളിലേക്ക് കടക്കണം എന്നാണ് നമ്മൾ പ്രധാനമായും കരുതുന്നത്. അവിടെ താൽക്കാലികമായി താമസിക്കുന്ന എഫക്റ്റഡായ ആളുകൾക്ക് വേണ്ട വാടക കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കും. തിരച്ചിലിൽ കണ്ടെത്തിയ 53 മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. DNA പരിശോധന നടത്താൻ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു. ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടമായ 878 പേർക്ക് 1162 രേഖകൾ വിതരണം ചെയ്തു. പങ്കെടുക്കാൻ കഴിയാത്തവർക്കായി തുടർന്നും ക്യാമ്പുകൾ നടത്തും. 24 വയനാട്. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹവും 2 ശരീരഭാഗങ്ങളും കണ്ടെത്തി. ചാലിയാർ പുഴയിലും കാന്തൻപാറയ്ക്ക് സമീപമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നാളെ ചാലിയാർ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തും. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം നാളെ ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിക്കും. NDRF, വനംവകുപ്പ്, പോലീസ്, തണ്ടർബോൾട്ട്, ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ ചാലിയാറിൽ നിന്ന് ഒരു മൃതദേഹവും 1 ശരീരഭാഗവും, വയനാട്ടിലെ കാന്തൻപാറയ്ക്ക് സമീപത്തെ ആനടിക്കാപ്പിൽ നിന്ന് 2 ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ മേഖലയിലും ചാലിയാറിലുമാണ് പ്രധാനമായും തിരച്ചിൽ കേന്ദ്രീകരിക്കുന്നത്. സംശയമുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും ഇനിയുള്ള തിരച്ചിൽ. എല്ലാ മേഖലയും ഒരു പ്രാവശ്യം കംപ്ലീറ്റ്ലി തിരച്ചിൽ കഴിഞ്ഞു, ഫുള്ളായിട്ട് തിരച്ചിൽ കഴിഞ്ഞു. ഇനി അവിടെ ഒരു റൗണ്ട് കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും
ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും വെള്ളം ഇറങ്ങുന്നത് കൊണ്ടും വീണ്ടും വീണ്ടും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾക്ക് വീണ്ടും നോക്കുകയാണ്. വീണ്ടും നോക്കുമ്പോൾ തന്നെ വീണ്ടും ബോഡി നോക്കുന്നുണ്ട്. ഈ എൻറ്റയർ ഏരിയ വീണ്ടും സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത് പറഞ്ഞു. ഉരുൾപൊട്ടലിൽ കണ്ടെത്തിയ 53 മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ ബാക്കിയുള്ളത്. DNA പരിശോധന നടത്താൻ ബന്ധുക്കളുടെ രക്തസാമ്പിൾ പരിശോധിക്കുന്നുണ്ട്. ചാലിയാറിലടക്കം നാളെ 7 സെക്ടറുകളായി തിരിഞ്ഞാകും പരിശോധന. ജിയോളജിസ്റ്റ് ജോൺ മത്തായി നയിക്കുന്ന 5-അംഗ വിദഗ്ധ സംഘം നാളെ ഉരുൾപൊട്ടൽ മേഖലകളിൽ പരിശോധന നടത്തും. വയനാട്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ നേതാക്കൾ രംഗത്ത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. സഹായം എത്തിക്കാൻ നടപടിയെടുക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുവെന്ന് ജോസ് കെ മാണി MPയും പ്രതികരിച്ചു. 400-ലധികം പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആവശ്യപ്പെടുമ്പോൾ ദേശീയ ദുരന്തം എന്നൊന്നില്ലെന്നാണ് BJPയുടെ നിലപാട്. ഇക്കാര്യത്തിൽ UPA സർക്കാരിന്റെ നിലപാടും അവർ ചൂണ്ടിക്കാണിക്കുന്നു. വ്യാപ്തിയും തീവ്രതയും അനുസരിച്ചായിരിക്കും ദുരന്ത സമയങ്ങളിൽ കേന്ദ്ര സഹായമെന്നാണ് ചട്ടമെന്നും BJPയുടെ വിശദീകരണം. എന്നാൽ വയനാട് ദുരന്തത്തിൽ രാഷ്ട്രീയം പാടില്ലെന്നും സമ്പൂർണ്ണ പാക്കേജ് നൽകണമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെൻറ്റായാലും സംസ്ഥാന ഗവൺമെൻറ്റായാലും രാഷ്ട്രീയം കലർത്താതെ എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തിയാക്കണം. സഹായമെത്തിക്കാൻ കേന്ദ്രം നടപടിയെടുക്കണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് രാജ്യസഭാ MP ജോസ് കെ മാണി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനംവകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടത്തി. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ നിയമം ഭേദഗതി ചെയ്യണമെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനെ ചേർത്തു നിർത്താൻ 24ഉം ഫ്ലവേഴ്സും തുടങ്ങിയ എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിലേക്ക് സഹായ പ്രവാഹം ഇന്നലെ ലോഞ്ച് ചെയ്ത 24 കണക്ട് ആപ്ലിക്കേഷൻ വഴിയാണ് പ്രേക്ഷക സഹായം തുടരുന്നത്. ആപ്പ് സ്റ്റോറിലും 24 കണക്ട് ആപ്പ് ഇന്ന് മുതൽ ലഭ്യമാണ്. 24 കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്നാണ് എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിലേക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുന്നത്. സംഭാവനകൾ സുതാര്യമായിരിക്കുന്നതിനായി ബാങ്കുകൾ നിർദ്ദേശിക്കുന്ന KYC രേഖകളിൽ ഒന്ന് ആപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. വയനാട്ടിൽ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ. മേപ്പാടി, മുപ്പൈനാട്, തൊണ്ടർനാട്, കോട്ടത്തറ പഞ്ചായത്തുകളിൽ കനത്ത മഴ പെയ്തു. ഉരുൾപൊട്ടലുണ്ടായ കുന്നുകളോട് ചേർന്നാണ് മഴ പെയ്തത്. കടച്ചിക്കുന്ന്, വടുവൻചാൽ എന്നിവിടങ്ങളിൽ 3 മണിക്കൂറിനിടെ 100 മില്ലിമീറ്റർ മഴ പെയ്തു എന്നാണ് സ്വകാര്യ ഏജൻസിയുടെ കണക്ക്. മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമെന്ന് സ്വകാര്യ ഏജൻസിയായ ഹ്യൂം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, പാനോം മേഖലയിലാണ് 4-അംഗ സംഘം സന്ദർശനം നടത്തിയത്. കളക്ടറേറ്റിലെ യോഗത്തിനു ശേഷമാണ് സംഘം ദുരന്ത മേഖലയിൽ എത്തിയത്. കഴിഞ്ഞ 30-ന് പുലർച്ചെയുണ്ടായ നിരവധി ഉരുൾപൊട്ടലുകളിൽ ഒരാൾക്കാണ് ജീവൻ നഷ്ടമായത്. 14 വീടുകൾ ഒഴുകിപ്പോയി. 112 വീടുകൾ വാസയോഗ്യമല്ലാതായി. കൃഷി, റവന്യൂ, പൊതുമരാമത്ത്, KSEB, ജലവിഭവം എന്നിങ്ങനെ വിവിധ വകുപ്പുകൾക്കും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഉരുൾപൊട്ടലിന് 100-ലേറെ പ്രഭവ കേന്ദ്രങ്ങളുണ്ടെന്ന് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോയിൽ കൺസർവേഷനിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രദേശത്ത് പരിശോധന നടത്തുന്നത്. റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. ഉരുൾപൊട്ടലിനെ തുടർന്ന് 2 ക്യാമ്പുകളിലായി 200ഓളം പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. മണ്ണും കല്ലും വന്ന് നിറഞ്ഞിട്ടുണ്ട്. പേടി ആടെ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. ഇനി 10-12 മണിയാകുമ്പോഴത്തേന് ഉരുൾ പൊട്ടിയിട്ട് വെള്ളം വന്നിട്ട് ഞങ്ങളെ വെള്ളം അങ്ങനെ വരുന്ന കണ്ടുകൊണ്ട് ഓടി വേറൊരു വീട്ടിലേക്ക് കയറി. മേഖലയിൽ മന്ത്രിമാർ അടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയിരുന്നു. കനത്ത നാശനഷ്ടം സംഭവിച്ച വിലങ്ങാടിനായി സമഗ്രമായ പുനരധിവാസ പാക്കേജ് അനിവാര്യമാണ്. എത്രയും വേഗം അതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വിലങ്ങാട് നിന്ന് രജീഷ് കരുവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ നാളെ പുനരാരംഭിക്കും. ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ പുഴയിൽ റഡാർ പരിശോധന നടത്തും. ഡ്രോൺ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന. ലോറിയുടെ സ്ഥാനം കൃത്യമായി മാർക്ക് ചെയ്ത ശേഷം പുഴയിലിറങ്ങി തെരച്ചിൽ നടത്താനാണ് നീക്കം. ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് 3 നോട്ട്സിന് താഴെയായി കുറഞ്ഞിട്ടുണ്ട്.
തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ ഭരണം നിലനിർത്തി LDF. CPIM-ലെ സബീന ബിഞ്ചു നഗരസഭാ അധ്യക്ഷയായി. ചെയർമാൻ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. UDF വിമതനായി ജയിച്ച് LDF പിന്തുണയോടെ ചെയർമാനായ സനീഷ് ജോർജ് കൈക്കൂലി കേസിൽ രാജിവെച്ചതോടെയാണ് തൊടുപുഴ നഗരസഭയിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ UDF-ൽ തീരുമാനമാകാതെ വന്നതോടെ കോൺഗ്രസും ലീഗും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി. ആദ്യ റൗണ്ടിൽ ലീഗ് സ്ഥാനാർത്ഥി MA കരീമിന് 6 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഇതോടെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ പരസ്യമായി വെല്ലുവിളിയും ഉന്തും തള്ളുമായി. മൂന്നാം റൗണ്ടിൽ 5 ലീഗ് അംഗങ്ങൾ LDF-ന് വോട്ട് ചെയ്തതോടെയാണ് സബീന ബിഞ്ചു 14 വോട്ടുകൾ നേടി നഗരസഭ അധ്യക്ഷയായത്. മുന്നണി മര്യാദ ലംഘിച്ചവർ ചെയ്തത് ചതിയൻ ചന്തുവിന്റെ പണിയെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. UDF-ന് വേണ്ടി വോട്ട് വാങ്ങിച്ചവർ ക്രോസ് ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത ചതിയൻ ചന്തുവിന്റെ പണിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് ജനാധിപത്യ കേരളം പൊറുക്കില്ല. തൊടുപുഴ മുനിസിപ്പാലിറ്റി എന്നും ജനാധിപത്യ വിശ്വാസികളുടെ ഈറ്റില്ലമാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം അവർ അനുഭവിച്ചുകൊള്ളു. മുന്നണി ധാരണകൾ ലംഘിച്ച കോൺഗ്രസുമായി ഇനി സഹകരിക്കില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം തുറന്നടിച്ചു. ഞങ്ങളിപ്പോൾ എടുത്ത തീരുമാനം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ UDF-ന്റെ ജില്ലാ സംവിധാനത്തിൽ തൽക്കാലം മുസ്ലിം ലീഗ് വിട്ടുനിൽക്കാനാണ് തീരുമാനം. ഈ വിവരങ്ങൾ അതാത് സമയത്ത് സ്റ്റേറ്റ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് നേതൃത്വം ഇടപെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇടപെടും, മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെടുമെന്നുള്ള വസ്തുതയാണ്. ഭൂരിപക്ഷമുണ്ടായിട്ടും നഗരസഭാ ഭരണം നഷ്ടമായതും മുന്നണിയിലെ തർക്കവും UDF ജില്ലാ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. 24 തൊടുപുഴ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ CPIM-ന്റെ പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം. രാത്രി 9:30-യോടെ ഇരുചക്രവാഹനങ്ങളിലെത്തിയ 20ഓളം പേരാണ് ആക്രമണം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ആക്രമണം നടത്തിയത് എന്നാണ് പോലീസിന് ലഭിച്ച സൂചന. അക്രമികൾ SDPI പ്രവർത്തകരാണെന്നാണ് CPIM-ന്റെ ആരോപണം. പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരത്ത് ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം. ജില്ലയിൽ ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. നാവായിക്കുളം സ്വദേശിനിയായ യുവതിക്കാണ് രോഗബാധ. നിലവിൽ 8 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര കണ്ണറവിളയിലും പേരൂർക്കടയിലും രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് മറ്റൊരു സ്ഥലത്തുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തുന്നത്. നാവായിക്കുളം സ്വദേശി 24 വയസ്സുള്ള യുവതിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തിയ ഇവർക്ക് മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളില്ല. ഇന്നലെ വൈകിട്ടാണ് ഇവരുടെ സ്രവ പരിശോധനാ ഫലം ലഭിച്ചത്. വീടിനു സമീപത്തെ തോട്ടിൽ കുളിച്ചതായി യുവതി ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞു. യുവതി ഉൾപ്പെടെ 8 പേർ രോഗം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 6 പേർ കണ്ണറവിള സ്വദേശികളും ഒരാൾ പേരൂർക്കട സ്വദേശിയുമാണ്. കാവിൻകുളത്തിലെ കുളത്തിൽ കുളിച്ചവർക്കാണ് കണ്ണറവിളയിൽ രോഗം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ടെങ്കിലും പേരൂർക്കടയിലെ രോഗ ഉറവിടം സംബന്ധിച്ച് വകുപ്പിന് വ്യക്തതയില്ല. 24 തിരുവനന്തപുരം. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴയിൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തി പ്രാപിക്കും. ഇടുക്കിയിലും മലപ്പുറത്തും പത്തനംതിട്ടയിലുമാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് ഉൾപ്പെടെ 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 35 കിലോമീറ്റർ മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത. പ്രതികൂല കാലാവസ്ഥയായതിനാൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. മഴവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും മുന്നിൽ കണ്ട് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിൽ പെയ്ത മഴയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വെള്ളറട പനച്ചമൂട് സർവീസ് സഹകരണ ബാങ്കിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ വെള്ളം കയറി റേഷനരി ഉപയോഗശൂന്യമായി. മറ്റ് ഭക്ഷ്യസാധനങ്ങൾക്കും കേടുപാടുണ്ടായി. വിളപ്പിൽശാലയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് കാർ തകർന്നു. EMS അക്കാദമിയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം വീഴുകയായിരുന്നു. അപകട സമയം കാറിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിലും പമ്പാവാലി, മുക്കൂട്ടുതറ എന്നിവിടങ്ങളിലും കനത്ത മഴയാണ്. 24 തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. അണക്കെട്ടിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്തു. പുതിയ ഡാം വേണമെന്ന് തന്നെയാണ് നിലപാടെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ്. എന്നാൽ അണക്കെട്ടുമായി ബന്ധപ്പെട്ട സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നത് അനാവശ്യ പ്രചാരണമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. നിലവിൽ ഡാമിന്റെ സുരക്ഷ വിലയിരുത്താൻ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയെ നിയോഗിച്ചുവെന്നും മന്ത്രി. ഇപ്പോഴത്തെ നിലയനുസരിച്ച് ഇത്ര ആശങ്കകളൊന്നും തന്നെ തോന്നിക്കുന്നില്ല. വിനയപരസ്പരം അപേക്ഷിക്കുന്നു, കൈകൂപ്പി അപേക്ഷിക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി. ഇത്തരം കാര്യങ്ങളല്ല നമുക്ക് ആവശ്യം. എല്ലാ മീഡിയയും അത് ശ്രദ്ധിക്കണം. ആവശ്യമുള്ള ഏത് കാര്യങ്ങളോട് നമുക്ക് യോജിക്കാം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകണം. ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനം. ഡാമിലെ ജലനിരപ്പ് ഉൾപ്പെടെ ദിവസേന പരിശോധിക്കുന്നുണ്ട്. ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കും. ഇടുക്കി കളക്ടറേറ്റിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നും ഗൌരവത്തോടെ എടുക്കേണ്ട വിഷയമാണെന്നും ജോസ് കെ മാണി. വ്യക്തമായ നിലപാട് കേരള സംസ്ഥാനത്തിന്റെ പുതിയ ഡാം വേണം എന്ന് തന്നെയാണ്. അവിടെ വെച്ചിരിക്കുന്ന മുദ്രാവാക്യം മറ്റൊന്നുമല്ല, വെള്ളം തമിഴ്നാടിന്, സുരക്ഷിത അത് കേരളത്തിലെ ജനങ്ങൾക്ക്, ആ മേഖലയിലുള്ള ജനങ്ങൾക്ക്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഇത് കൊടുത്തിരിക്കുകയാണ്. 24 ഇടുക്കി. ആലപ്പുഴ തകഴി കുന്നുമ്മയിൽ കുഴിച്ചിട്ട നിലയിൽ കാണപ്പെട്ട നവജാത ശിശുവിന്റെ മരണകാരണം കണ്ടെത്താൻ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണമെന്ന് പോലീസ്. കുഞ്ഞിന്റെ DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ അയച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം യുവതിയുടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ആലപ്പുഴ വലിയ ചുടുകാട് ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും. പൂച്ചാക്കൽ സ്വദേശിയായ യുവതി പ്രസവിച്ച നവജാത ശിശുവിനെയാണ് തകഴി കുന്നുമ്മലിലെ പാടശേഖരത്തിന്റെ ബണ്ടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ ഇന്നലെ കണ്ടെത്തിയത്. കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തുവെങ്കിലും യഥാർത്ഥ മരണകാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വിശദമായ പോസ്റ്റ്മോർട്ടം ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. വിശദമായ ഒപ്പീനിയന്റെ പെൻഡിംഗ് ഉണ്ട്, അത് പിന്നീട് വഴി അറിയിക്കും. ഒന്നും പറയാനായിട്ടില്ല. അത് വിശദമായ റിപ്പോർട്ടുകൾ കിട്ടാനുണ്ട്, ഒന്നും പറയാനായിട്ടില്ല. എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. 5 ദിവസം പഴക്കമുള്ള നവജാത ശിശുവിന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടത്തിനായി ലഭിച്ചതെന്നും ഇതാണ് പ്രാഥമിക നിഗമനങ്ങളിലെത്താൻ തടസ്സമായതെന്നുമാണ് പോലീസ് സർജൻ വ്യക്തമാക്കിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം യുവതിയുടെ അടുത്ത ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി. കുട്ടിയുടെ ബന്ധു ഏറ്റെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ അപ്പനും അമ്മയും അതുപോലെ തന്നെ ഈ ചെറുക്കൻ്റെ അപ്പനും അമ്മയൊക്കെ വില്ലിങ് ആയിരുന്നു. ഇവരെ പറയായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലായിരുന്നു. ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയില്ലായിരുന്നു. നിലവിൽ കേസിൽ നവജാത ശിശുവിന്റെ മാതാവിനെയും കാമുകനെയും ഉൾപ്പെടെ റിമാൻഡ് ചെയ്തു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് മജിസ്ട്രേറ്റ് യുവതിയെ റിമാൻഡ് ചെയ്തത്. മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച കേസിലെ 3ാം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മാനഹാനി ഭയന്നാണ് ഗർഭിണിയാണെന്ന വിവരം മറച്ചുവെച്ചതെന്നാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. യുവതിയും കാമുകനും തമ്മിലുള്ള ബന്ധം വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നും ഇവരുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ വീട്ടുകാർ ഒരുക്കമായിരുന്നുവെന്നും ബന്ധുക്കളും അറിയിച്ചു. എന്നിട്ടും എന്തിന് കാര്യം മറച്ചുവെച്ചെന്ന ചോദ്യം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ മരണകാരണം കൊലപാതകമാണെങ്കിൽ നിലവിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഉൾപ്പെടെ മാറ്റങ്ങളുണ്ടാകും. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. 24 ആലപ്പുഴ. എറണാകുളം പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ കൊലക്കുറ്റം ചുമത്തി കുറ്റപത്രം നൽകുമെന്ന് DGP. ഇത് സംബന്ധിച്ച് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ മുൻപാകെ DGP റിപ്പോർട്ട് നൽകി. കമ്മീഷൻ DGPയോട് നേരത്തെ റിപ്പോർട്ട് തേടിയിരുന്നു. സംഭവം നടന്ന അന്ന് തയ്യാറാക്കിയ FIRൽ അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തതെന്നും പ്രതിയുടെ പേരില്ലാതെയാണ് FIR സമർപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയുടെ മാതാവ് അതിജീവിതയാണെന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത് DGP നിഷേധിച്ചു. കുഞ്ഞിനെ കൊലപ്പെടുത്തി 23 വയസ്സുള്ള പെൺകുട്ടിയെ പ്രതിയാക്കി കുറ്റപത്രം നൽകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.